സാറേ ഇത് അങ്ങാട് പിടിച്ച് മത്സ്യനെ കാണണം മാനത്തണ്ണി കാണണം എന്ന് പറഞ്ഞിട്ട് പാതിരാക്കി കടൽ കാണിക്കാൻ ഇറങ്ങിയതേ കട്ടിരമ കിടക്കണ കൊച്ചിനോർത്തിട്ടാണ്. എന്നിട്ട് എന്നോട് ഇമാര് ഉച്ചാണ്ടി പണിക്ക് കയറിയിട്ട് സാറേ സാറിന് ഒറ്റാൽ വെക്കണമെങ്കിൽ ലോഡ്ജിന് പോയി റൂം എടുക്കുന്നേ. പത്രോസിന് പ്രശ്നം ഇപ്പം എന്നാ? കാറിലിരിക്കുന്ന ആ കുട്ടിയാണോ? അത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് പത്രോസെ. പത്രോസും സ്വന്തം കുട്ടിയായിട്ട് കണ്ടാൽ മതി. നടക്കൂല്ലേ സാറേ? സാറ് അങ്ങാട് പിടിച്ചേ. പത്രോസിനെ ദീനം പിടിച്ച കുഞ്ഞ്. അപ്പം എനിക്ക് നക്ഷത്രങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ പത്രോസ് എന്നായി? ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു. അതുപോലെ ഉള്ളൂ ഈ കുഞ്ഞിനെ നടുക്കടലിൽ പോകണമെന്നും മത്സ്യകന്യയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളായിട്ട് അതങ്ങ് സഹായിച്ചു കൊടുക്കണ്ടായി. ഒരു ചെറിയ ആഗ്രഹം. എൻ്റെ സാറേ 10-16 വർഷമായി ഞാൻ ഈ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്. ഞാനിതുവരെ മത്സ്യകന്യനെ നീ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടാലോ? എൻ്റെ സാറേ ഇതൊക്കെ വെറും തോന്നലല്ലേ? എല്ലാം ഓരോ തോന്നലല്ലേ പത്രോസേ? താനും ഞാനും ഒക്കെ ആരുടെങ്കിലൊക്കെ തോന്നലാണെങ്കിലോ? ഇതാ നോക്ക്, കരയിലിറങ്ങി വന്നിരിക്കുന്ന മത്സ്യകന്യക. എന്താ ലുക്ക്! വാ, ഇത് പത്രോസ്, ഇത് ക്യൂൻ മേരി. ഒന്ന് പോ സാറേ, എന്റെ പേര് മറിയം. ഈ സാറാ എന്നെ കൂനിമേരി എന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് മത്തായിന്നാണ്. സാറേ ഉപ്പ് നോക്കണേ. ഉപ്പിന്റെ നടുക്ക് കിടക്കുമ്പോ ഉപ്പ് എന്തിനാണ് എൻ്റെ ഉപ്പേ? അല്ല ഇതിപ്പോ എന്താണ് പാതിരക്ക് കടല് കാണണമെന്നൊരു പൂതി? ഓ അതൊക്കെ ഈ സാറിന്റെ ഒരു കാര്യമാണ്. രൂപത്തിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണ പോലെ എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ അടുത്തൊരു ഡയലോഗ്. അത് കേട്ടോണ്ട് നമ്മളിരിക്കുവോ? പൊക്കിയെടുത്തോണ്ട് അതിലെ പൂതരായിക്കിങ് പോകുന്നത്. ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുക പത്രോസേ. ഭയങ്കര നാണക്കാരിയാ. അയ്യോ നോക്ക് സാറേ, മത്സ്യകന്യക. അതെ, അത് കടല് കാണിക്കാൻ കൊണ്ടുപോണ രൂപമാണ്. അതിങ്ങനെ കടല് ചുറ്റും കരയിലും വെള്ളത്തിലുള്ളവരെ തുണച്ചോണേന്ന് കർത്താവ് കടലിനോട് പറയണം. പിന്നെ മീനിനോടും പറയും വലയിലോട്ട് കയറി ചെല്ലണം. കർത്താവ് പറഞ്ഞാലേ കടല് കേൾക്കത്തുള്ളൂ.